24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഫാസിസ്റ്റ് നടപടി എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കിഫ പ്രതിഷേധ മാർച്ചും നടത്തി. വ്യാജ പരാതി കിട്ടിയതും കൊടും കുറ്റവാളിയെപ്പോലെ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ച് പീഡിപ്പിച്ച അതിരപ്പള്ളി പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ആഭ്യന്തര വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി. ദൃശ്യമാധ്യമ പ്രവർത്തകനെ, പ്രാദേശിക പ്രവർത്തകനെ രാത്രി അതിക്രമിച്ച് കാട്ടിൽ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അടിവസ്ത്രത്തിൽ നിൽക്കുകയാണ്. കാരണം പരാതി പറയാൻ പാടില്ല. ഇതാണ് നടക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണം എന്താ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. ഫാസിസത്തിന് പുതിയ ഉദാഹരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ജനാധിപത്യമൊക്കെ പൂത്തുലയല്ലേ ഇവിടെ, പത്രസ്വാതന്ത്ര്യമൊക്കെ. അതുകൊണ്ട് ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ മുഖം. പറയുന്നത് അവിടെ ഫാസിസം, ഇവിടെ ഫാസിസം എന്നൊക്കെ പറയും. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഫാസിസം ഗവൺമെന്റ് നടപ്പാക്കുന്നത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കർഷക സംഘടനയായ കിഫ പ്രതിഷേധ മാർച്ച് നടത്തി. ഫോറസ്റ്റുകാരുടെ ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരം മീഡിയയിൽ കൂടെ പുറത്തു തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ലാലിനെ പോലെ ഒരു ഇടപെട്ടുകൊണ്ട് 2021 12 പേര് മരിച്ചിട്ട് പിന്നീട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് ഇത്തരം പ്രവർത്തകർ ഓടി നടന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഈ പാവപ്പെട്ട റൂബിലാലിന് എന്ത് നിയമലംഘനമാണ് അദ്ദേഹം നടത്തിയത്? ഞങ്ങൾക്കറിയണം. ജാമ്യമില്ലാത്ത വകുപ്പ്. ഏത് ആനേനെയാണ് വെടിവെച്ചത് അദ്ദേഹം? ഏത് മൃഗത്തെയാണ് ഉപദ്രവിച്ചത്? പോലീസ് നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്നും നടപടി വേണമെന്നും UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചു. വന്യജീവി ആക്രമണങ്ങളിൽ ഇടപെടാത്ത വനംവകുപ്പിന് മാധ്യമപ്രവർത്തകനെ കുടുക്കാൻ എന്തിനിത്ര തിടുക്കമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചു. അറസ്റ്റ് ദുരൂഹമെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും പ്രതികരിച്ചു. നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമെന്ന് KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി കിരൺ ബാബു കുറ്റപ്പെടുത്തി. 24 തൃശൂർ. രാജേന്ദ്ര വയല പറയാൻ 24 പതറാതെ മുന്നോട്ട് ഞങ്ങൾ 10,000-കണക്കിന് ആളുകൾ ഒപ്പമുണ്ട് കാശ്മീർ. അതാണ് നമ്മുടെ ധൈര്യം. ഒരു തർക്കം അക്കാര്യത്തിലില്ല. ലോറൻസ് സെബാസ്റ്റ്യൻ മാധ്യമപ്രവർത്തകന് കൊമ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മാധ്യമപ്രവർത്തകന് ഒരു കൊമ്പുമില്ല. ഒരു പൗരനുള്ള സാധാരണ നീതി മതിയെന്നേ നമ്മൾ പറയുന്നുള്ളൂ. രാത്രി വീട് കയറി അമ്മയുടെ മുന്നിൽ വെച്ച് ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാത്ത കഴുത്തിന് പിടിച്ചിറക്കൊണ്ട് പോകുന്നത് ഒരു പൗരനോടും, എന്ന് പറഞ്ഞാൽ ഒരു കൊടും കുറ്റവാളി അല്ലാത്ത വാർത്ത ചെയ്തു എന്ന തെറ്റിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഒരു പൗരനോടും ചെയ്തുകൂടാത്തതാണ്. അത് പറയണ്ടേ? അത് പറയും. അതിന് കൊമ്പിൻ്റെ പ്രശ്നമല്ല അത്. ഇനി ആർക്കെങ്കിലും ഈ റൂബിൻ ചെയ്തത് മഹാപരാധമാണ് എന്ന് ഇനിയും സംശയം ബാക്കിയുള്ളവർ വണ്ടി വിളിച്ച് മലക്കപ്പാറ ആ മേഖലയിൽ നിന്ന് പോകണം. അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാൻ വലിയ പ്രയാസമുള്ള മേഖലയാണ്. സാധാരണക്കാർക്ക് സാധാരണ വണ്ടിയിൽ പോകാൻ കഴിയാത്ത മേഖലയാണ്. എങ്ങനെങ്കിലും കടന്നുപോയി ആ ഊരുകളിൽ പോയി റൂബിനെ അറിയുമോ ചോദിക്കണം. അവർ പറഞ്ഞു കൊടുക്കും. ഈ ഊരുകൾക്ക് കാലങ്ങളായി റൂബിൻ എന്ന ഒറ്റയാൾ പോരാളി ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ, അത് റിപ്പോർട്ടോ വാർത്ത ഒന്നുമല്ല, അതിനപ്പുറമുള്ള സേവനങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും. അതാണ് വനം വകുപ്പിന് റൂബിനോടുള്ള ചുരുക്ക്. റൂബിൻ്റെ പ്രതികരണം ഒന്ന് കാണാം. ഒരുപാട് വിഷ്വൽസും വനം വകുപ്പിനെതിരെയുള്ള ഒരുപാട് രേഖകളൊക്കെ ഉണ്ടായിരുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.